നമസ്കാരം. 2024 അവസാനിച്ചപ്പോൾ നമ്മൾ ഒരു കണക്കെടുത്ത് ഞെട്ടാൻ തയ്യാറെടുക്കുകയാണ്. ചരിത്രത്തിൽ തന്നെ രാജ്യത്ത് ഏറ്റവും വിലക്കയറ്റം ഉണ്ടായ വർഷമായിരുന്നു 2024. പച്ചക്കറികൾക്ക് വില കൂടിയത് 29.3%. സമീപകാലത്ത് ആദ്യമാണ് ഒരു വർഷം ഇത്ര വലിയ വർധന. അവശ്യ സാധനങ്ങൾ എന്ന് തിരിച്ചു വച്ചിരിക്കുന്ന പട്ടികയുടെ പ്രത്യേകത കൊണ്ട് പുറത്തറിയുന്നത് ശരിയായ വിലക്കയറ്റമല്ല എന്ന സത്യവും തിരിച്ചറിയണം. ദേശീയ ശരാശരി എന്ന് പറഞ്ഞ് പുറത്തുവരുന്ന വില രാജ്യത്തെ ബഹുഭൂരിപക്ഷത്തെയും പ്രതിനിധീകരിക്കുന്നതല്ല. പല വിലയും രാജ്യ തലസ്ഥാനമായ ഡൽഹിയെ ചുറ്റിപ്പറ്റിയാണ് ദേശീയ മാധ്യമങ്ങൾ നൽകുന്നത് എന്നതാണ് ആ അന്തരത്തിന്റെ കാരണം. കിഴങ്ങിന് സർക്കാർ രേഖകളിൽ തന്നെ കഴിഞ്ഞ ദിവസം വിവിധ നഗരങ്ങളിലെ വില നോക്കൂ. ഡൽഹി 28 രൂപ, മുംബൈ 44, ചെന്നൈ 45, കൊച്ചി 51. ഡൽഹിയിലെ 28 രൂപയുടെ കണക്കെടുത്ത് നൽകുന്ന വിവരങ്ങളാണ് ദേശീയ മാധ്യമങ്ങളുടെ വിലപ്പെരുപ്പ തോതിന്റെ മാനകം. ആ വിലയിൽ നിന്ന് തെക്കോട്ട് പോന്നാൽ 90% വരെയാണ് വർധന. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. കേന്ദ്രം അറിയുന്നുണ്ടോ ഡൽഹിക്ക് പുറത്തെ ഈ കഴുത്തറുപ്പൻ വില? ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് തലസ്ഥാനത്തെ വിലയിലും ശരാശരി വിലയിലും പ്രതിഫലിപ്പിക്കുന്നത് വലിയ നുണയാണ്. അരിയുടെ വില തന്നെ എടുക്കുക. ഡൽഹിയിൽ ഈ വർഷത്തെ ശരാശരി വില 38 രൂപ 96 പൈസയാണ്. കേരളത്തിൽ 50 രൂപ 6 പൈസയാണ് ശരാശരി വില. എല്ലാ ഇനത്തിനും കേരളത്തിൽ വില കൂടുന്നത് ഇവിടുത്തെ സർക്കാരിന്റെ കഴിവുകേടാണ് എന്ന് പറയാൻ വരട്ടെ. തൊട്ടടുത്ത കർണാടകത്തിൽ 56 രൂപ 83 പൈസ, തമിഴ്നാട്ടിൽ 59 രൂപ 81 പൈസ. അരിയുടെ കേന്ദ്രമായ തെലങ്കാനയിൽ പോലും കേരളത്തെക്കാൾ വിലയുണ്ട്, 54 രൂപ 81 പൈസ. ഡൽഹിയും തമിഴ്നാടും നോക്കിയാൽ 1 കിലോ അരിക്ക് പൊതുവിപണിയിലെ വില വർധന 21 രൂപയാണ്. ഈ കണക്ക് കേന്ദ്ര സർക്കാരിന്റെ ഉപഭോക്തൃ കാര്യ മന്ത്രാലയത്തിലെ വില നിരീക്ഷണ സമിതി തയ്യാറാക്കിയതാണ്. ഡിസംബർ 28 വരെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിയ റിപ്പോർട്ടാണ് ന്യൂസ് മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ വയ്ക്കുന്നത്. അരി കഴിഞ്ഞാൽ 1 കിലോ ആട്ടയുടെ വിലയെടുക്കാം. ഡൽഹിയിൽ കിലോയ്ക്ക് 32 രൂപ 14 പൈസ, കേരളത്തിൽ 46 രൂപ 48 പൈസ, കർണാടകത്തിൽ 46 രൂപ 2 പൈസ, തമിഴ്നാട്ടിൽ 54 രൂപ 27 പൈസ. ഡൽഹിയെക്കാളും 14 രൂപ കൂടുതൽ കൊടുക്കണം കേരളവും കർണാടകവും. തമിഴ്നാട്ടിലാണെങ്കിൽ 22 രൂപയും അധികം നൽകണം. ഈ കൊടിയ അന്തരം കാണാതെ എങ്ങനെയാണ് രാജ്യത്തെ വിലവർധന എടുക്കുക? ഇനി ഡൽഹിയിലെ വിലയല്ല, ദേശീയ ശരാശരിയാണ് എടുക്കുന്നതെങ്കിലും വലിയ കാര്യമില്ല. ദേശീയ ശരാശരി 40 രൂപ 2 പൈസ മാത്രമാണ് കാണിക്കുന്നത്. കേരളത്തിൽ 46 രൂപയും തമിഴ്നാട്ടിൽ 54 രൂപയും കൊടുക്കുമ്പോഴാണ് ഈ അന്തരം. സംസ്ഥാനങ്ങളുടെ മൊത്തം വിലയുടെ ശരാശരി എന്നല്ലാതെ ജനസംഖ്യാനുപാതികമായി ഈ വിലയ്ക്ക് ഒരു ബന്ധവും ഇല്ല. ആനുകൂല്യങ്ങൾ നൽകാനും പദ്ധതി വിഹിതത്തിനും ജനസംഖ്യാനുപാതികം നോക്കുമ്പോൾ വിലയെടുക്കാൻ സംസ്ഥാനങ്ങളുടെ ശരാശരി എടുക്കുന്നു. ഇത് മൊത്തം ജനതയും കൊടുക്കേണ്ടി വരുന്ന വിലയെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്നറിയാൻ വേറെയും ചില വിവരങ്ങളുണ്ട്. പ്രധാന നഗരങ്ങളിലെ ഉഴുന്നിന്റെ വില തന്നെ നോക്കാം. ഡൽഹി 137, മുംബൈ 152, കൊൽക്കത്ത 137, ചെന്നൈ 133, കൊച്ചി 140. പച്ചക്കറി പോലെയല്ല, ഉഴുന്നു പോലുള്ള ഉൽപ്പന്നങ്ങൾ 2-3 സംസ്ഥാനങ്ങളിൽ നിന്നാണ് പ്രധാനമായും എത്തുന്നത്. ഉൽപാദനം നല്ല നിലയിൽ നടക്കുന്ന പശ്ചിമ ബംഗാളിൽ പോലും ഡൽഹിയിലെ അതേ വിലയുണ്ട്. ഇത്രയും പറഞ്ഞത് വിവിധ നഗരങ്ങളിൽ ഉണ്ടാകുന്ന അന്തരത്തിന്റെ വിവരം. ഇനി മറ്റൊരു സുപ്രധാന വിവരം നോക്കാം. എങ്ങനെയാണ് ഒരു വർഷത്തിനിടെ പ്രധാന ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വില കൂടിയത്? ഭക്ഷ്യ എണ്ണയിൽ പാമോയിലിന് 36.4% ഒരു വർഷത്തെ ശരാശരിയിലെ വർധന. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ള ഭക്ഷ്യ എണ്ണയാണ് പാമോയിൽ. കിഴങ്ങിന് 49.91%, 23 രൂപയിൽ നിന്ന് 34 രൂപ കടന്നു. സവാളയ്ക്ക് 24%, തക്കാളിക്ക് 21%. രാജ്യത്തെ ശരാശരിയിൽ പോലുമുള്ള വർധനയാണിത്. പ്രാദേശികമായി കണക്കാക്കിയാൽ 50 മുതൽ 80% വരെ വില കയറിയ സംസ്ഥാനങ്ങളുണ്ട്.
രാജ്യമെങ്ങും വലിയ അന്തരമില്ലാതെ എന്നും വില ഉയർന്നു നിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ് തുവരപ്പരിപ്പ്. അതിന് കാരണം മഹാരാഷ്ട്രയിലും കർണാടകയിലും മാത്രമാണ് പ്രധാനമായും ഉൽപാദനം നടക്കുന്നത്. ഛത്തീസ്ഗഡും ആന്ധ്രയും ചെറിയ തോതിലും ഉൽപാദനം നടത്തുന്നു. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന തുവരപ്പരിപ്പിന്റെ 25% ഈ സംസ്ഥാനങ്ങളിലാണ്. അത് ഇന്ത്യയുടെ ആവശ്യത്തിന് തികയുന്നില്ല. അതിനാൽ ഇറക്കുമതി ചെയ്യുന്നു. ഉൽപാദനം വർദ്ധിക്കാത്തതിനാൽ ഇറക്കുമതി ചെയ്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ ഒരേ വിലയ്ക്കാണ് വിൽപ്പന. അതുകൊണ്ട് ഡൽഹിയിൽ 165 രൂപയും കേരളത്തിൽ 178 രൂപയും. ഉൽപാദനം നടക്കുന്ന കർണാടകത്തിൽ പോലും 161 രൂപ നൽകണം. മഹാരാഷ്ട്രയിലും കേരളത്തിന് സമാനമായ വിലയാണ് 177 മുകളിൽ. ദേശീയ ശരാശരി 158 രൂപയും. കേരളത്തിലും ഡൽഹിയിലും ദേശീയ തലത്തിലും വലിയ അന്തരമില്ലാതെ വിൽക്കാൻ കഴിയുന്ന തുവരപ്പരിപ്പാണ് വിലയുടെ ഏകകം. മറ്റുൽപ്പന്നങ്ങളുടെ എല്ലാം വിലയിൽ കൊടിയ അന്തരമുണ്ട്. അരിക്ക് പോലും 1 കിലോയിൽ 22 രൂപ തമിഴ്നാടും കേരളവും കർണാടകവും ഡൽഹിയേക്കാൾ കൂടുതൽ നൽകണം എന്ന വിവരത്തിൽ തന്നെയുണ്ട് സത്യമല്ലാത്ത കണക്കിനെ കുറിച്ചുള്ള പാഠം. ആദ്യം എല്ലാവർക്കും ബാധകമായ വിലക്കയറ്റത്തെ നിർണയിക്കുക. അതിനായി ഒരു ചട്ടക്കൂട് ഉണ്ടാക്കുക. എന്നിട്ടാകാം മറ്റ് അനുമാന കണക്കുകളും അതേ ചൊല്ലിയുള്ള വാഗ്വാദങ്ങളും. സ്പോട്ട്ലൈറ്റിനി മറ്റൊരു വിഷയവുമായി നാളെ. നമസ്കാരം.